വി.ഡി. സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികളിലേക്ക് പോകും. ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാം. ഇങ്ങനെ പോയാൽ ഞാൻ അതിനെ പ്രതിരോധിക്കും. ഞാൻ നിലമ്പൂർ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട്. ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തു വിടുക. ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. 12,500 കോടിയോളം രൂപയാണ് നിലമ്പൂരിൽ നിന്ന് ഈ രണ്ട് സംഘങ്ങളും അടിച്ചു മാറ്റിയത്. 5,000-ഉം 16,000-ഉം സ്വരൂപിച്ച് കൂടുതലും സ്ത്രീകളാണ് ഈ പദ്ധതികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അവരെയൊക്കെ കബളിപ്പിച്ചതിൻ്റെ കഥകൾ നിലമ്പൂരിലെ ജനങ്ങളോട് പച്ചയായി പറയേണ്ടി വരും. നമസ്കാരം. LDF, UDF മുന്നണികൾക്കെതിരെ ബ്ലാക്ക്മെയിൽ ഭീഷണി മുഴക്കി തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിൻ്റെയും തെളിവുകൾ കയ്യിലുണ്ട് എന്നും വേണ്ടി വന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ TV വെച്ച് കാണിക്കുമെന്നും അൻവർ മുന്നറിയിപ്പ് നൽകി. നവകേരള സദസ്സിന്റെ പേരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കോടികൾ പിരിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കൂട്ടി. കരാറുകാരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ തന്റെ കൈവശമുണ്ട് എന്നും അൻവർ വ്യക്തമാക്കി. താൻ വ്യക്തിഹത്യ നടത്താനല്ല തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് എന്ന് PV അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് നാളെ നിലമ്പൂരിൽ മറുപടി നൽകുമെന്ന് PV അൻവർ വ്യക്തമാക്കി. അതേസമയം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പുതിയ രാഷ്ട്രീയ മുന്നണിയും രൂപീകരിച്ചതായി അൻവർ പറഞ്ഞു. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിലാണ് പുതിയ മുന്നണി രൂപീകരിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് മുന്നണി. നിരവധി ചെറുകിട സംഘടനകളുടെ ആവശ്യമായിരുന്നു ഒരു മുന്നണി രൂപീകരിക്കുക എന്നത്. അവരുടെ താൽപര്യപ്രകാരമാണ് ഒരു മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനമുണ്ടായത്. നിലമ്പൂരിൽ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടേതായിരിക്കുമെന്നും PV അൻവർ പറഞ്ഞു. ആദ്യം പാർട്ടി ചിഹ്നം, അതിൽ ലഭിച്ചില്ല എങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് PV അൻവർ പറഞ്ഞു. V.D. സതീശന്റെ മനസ്സിലും ശരീരത്തിലും അഹങ്കാരമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈ പൊതിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിൽ സീറ്റ് ലഭിക്കുക എന്ന് PV അൻവർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാക്കുമെന്നും അൻവർ പറഞ്ഞു. എന്തുകൊണ്ട് VS ജോയിയെ മാറ്റി? ജോയ് സതീശന്റെ ഗ്രൂപ്പിലല്ല. 2026 വീണ്ടും സീറ്റിന് അവകാശവാദം ഉന്നയിക്കും. ജോയ് V.D. സതീശന് വേണ്ടി കൈപൊക്കില്ല എന്ന് അൻവർ പറഞ്ഞു. താൻ ഉയർത്തിയ പിണറായിസം, മരുമോനിസം, കുടുംബാധിപത്യം എന്നിവ ജനങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുമെന്നും അൻവർ പറയുന്നു. ഇപ്പോൾ തന്നെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കുമെന്ന് അൻവർ വ്യക്തമാക്കി. വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിന്റെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും നേതൃത്വത്തിലാണ് എന്നും അൻവർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിച്ചു വരുത്തിയതല്ല എന്നും PV അൻവർ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെട്ടലാണ് കോൺഗ്രസിലെ അടുത്ത പണി. ഷാഫി എന്തിനാണ് കളവ് പറയുന്നത്? രാഹുലിനെ ഷാഫിക്ക് വെട്ടണം, അതിനാണ് എന്ന് PV അൻവർ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ കറിവേപ്പില പരാമർശത്തിൽ മറുപടി നൽകിയ അൻവർ തന്നെ UDF കറിവേപ്പിലയാക്കിയെന്നും മുഖ്യമന്ത്രിക്ക് നേരത്തെ ആര് വിവരം നൽകിയെന്നും ചോദിച്ചു. V.D. സതീശൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം പറയുന്നു. അതെങ്ങനെയാണ് നടന്നത് എന്നും അൻവർ ചോദിച്ചു. പുതിയ മുന്നണിയുമായി PV അൻവർ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന ബാനറിലാണ് അൻവർ മത്സരിക്കുക. തൃണമൂൽ കോൺഗ്രസ് ഈ മുന്നണിയെ പിന്തുണയ്ക്കും. മൂന്നാം മുന്നണി രൂപീകരണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും നീക്കം. ആം ആദ്മി പാർട്ടിയും ഈ മുന്നണിയെ പിന്തുണയ്ക്കുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അൻവർ ഇന്നലെയാണ് അറിയിച്ചത്. ഇതിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു. 2016, 2021 തിരഞ്ഞെടുപ്പുകളിൽ LDF സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്ന് ജയിച്ച PV അൻവർ പിണറായി വിജയനുമായി ഇടഞ്ഞതിനു ശേഷമാണ് ഇടതുപക്ഷത്തു നിന്നും അകന്നത്. ജനുവരി 13 MLA സ്ഥാനം രാജിവെച്ചു. UDF-ലേക്കുള്ള വാതിൽ അടഞ്ഞതോടുകൂടി മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 2011 ഏറനാട്ടിൽ നിന്നും നിയമസഭയിലേക്കും 2014 വയനാട്ടിൽ നിന്നും ലോക്സഭയിലേക്കും സ്വതന്ത്രനായി മത്സരിച്ചു. ഇങ്ങനെ പോയാൽ ഞാൻ അതിനെ പ്രതിരോധിക്കും. ഞാൻ നിലമ്പൂർ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട്. ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തു വിടുക. ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ പറയുന്ന V.D. സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും
തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികളിലേക്ക് പോകും. ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാണ്. ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും നേതൃത്വത്തിലാണ്. അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും. മുഹമ്മദ് റിയാസ് കേരളത്തിലെ നവകേരള സദസ്സ് നിങ്ങൾക്കറിയാം, കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്കൊക്കെ ചിലവ് വന്നാൽ ഞങ്ങൾ പിരിവിട്ട് എനിക്കതിന് മുകളിൽ 50 ലക്ഷം കടമെന്നോനെയാണ്. ഓരോ നിയോജക മണ്ഡലത്തിലും ആ നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റിക്കായിരുന്നു 140 മണ്ഡലങ്ങളിലും ആ പരിപാടി നടത്താനും അതിന് കലക്ഷൻ നടത്താനും ഒരാൾക്കും ഒരു പൈസയും ആരും കൊടുത്തിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺട്രാക്ടർമാരിൽ നിന്നും നവകേരള സദസ്സിൻ്റെ പേരിൽ കോടാനകോടി ഉറുപ്പിക ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന PWD മന്ത്രി പിരിച്ചതിൻ്റെ വീഡിയോകളും അദ്ദേഹം നേരിട്ട് സംസാരിച്ച ഫോൺ കോളുകളും അദ്ദേഹത്തിൻ്റെ PS-ഉം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിൻ്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ വ്യക്തിഹത്യ നടത്താനല്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. ആ രീതിയിലാണ് പോകാൻ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തരത്തിൽ തന്നെ അതിനെ തിരിച്ചടിക്കുമെന്ന് ഈ 3 മുന്നണികളോട് 3 നേതാക്കന്മാരോടും CPM-നോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലമ്പൂരിലെ CPM നേതൃത്വം ചില ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. 1500 കോടി നിലമ്പൂരിൽ നിന്ന് അടിച്ചുപോയ ഒരു നിഷാദിനെ പ്രതി ചേർത്ത് തുറങ്കലിലടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നിലമ്പൂരിലെ CPM-ൻ്റെ ചില നേതാക്കന്മാർക്കറിയാം. ഇതൊന്നും എന്നെക്കൊണ്ട് അവിടെ പറയിപ്പിക്കരുത്. ഇപ്പോൾ അവസാനമായി കാരാട്ട് കുറീസ് മുങ്ങിപ്പോയതാണ്. ഈ പാവപ്പെട്ട മനുഷ്യർ 12,500 കോടിയോളം രൂപയാണ് നിലമ്പൂരിൽ നിന്ന് ഈ 2 സംഘങ്ങളും അടിച്ചു മാറ്റിയത്. 5000-ഉം 10,000-ഉം സ്വരൂപിച്ച് കൂടുതലും സ്ത്രീകളാണ് ഈ പദ്ധതികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അവരെയൊക്കെ കബളിപ്പിച്ചതിൻ്റെ കഥകൾ നിലമ്പൂരിലെ ജനങ്ങളോട് പച്ചയായി പറയേണ്ടി വരും. അതുകൊണ്ട് വ്യക്തിഹത്യ നിങ്ങൾക്ക് അവസാനിപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ചെറിയ ഒരു റിക്വസ്റ്റ് പറഞ്ഞു വിടുകയാണ്.